തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്നാലും കാ പിടിച്ചല്ലോ. കിടക്കുന്നുണ്ടോ? ഇതാണ് കാ പിടിക്കുക എന്ന് പറയുന്നത്. നരിഷ് പ്ലസ് അടിച്ചതിന് ശേഷമുള്ള റിസൾട്ടിൻ്റെ ഒരു വകഭേദമാണ്. കണ്ടോ, കാ പിടിക്കുന്നത് ഇങ്ങനെ വേണം. കാ പിടിക്കാൻ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ. കായൊന്നും ഇത്തിരി ഒന്നും വലുതായിട്ട് ഇതായിട്ടില്ല, പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വരാൻ തുടങ്ങി, പൂ നന്നായിട്ട് വരാൻ തുടങ്ങി അല്ലേ? നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലേ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ നരിഷ് പ്ലസ് ഉപയോഗിച്ചു അല്ലേ? എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഒന്ന് പറയാമോ? ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ 18 ദിവസമായി. ചെയ്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. കാ പിടിക്കാനൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? കാ പിടിക്കാൻ ഇപ്പം അതിനുശേഷം പൂവൊക്കെ ശരിക്ക് ഒന്ന് വിടരാൻ തുടങ്ങി. വരാൻ തുടങ്ങി, പൂ നന്നായിട്ട് വരാൻ തുടങ്ങി അല്ലേ? നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലേ? നമുക്ക് ഇപ്പം കുറച്ച് നാളായിട്ട് പണിയാതൊക്കെ വലിയ പണിയൊന്നും ഇല്ല ഇട്ടേക്കുമായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഴ സമയത്ത് അഴുകലിന് ഇങ്ങനെ കണ്ണി കണ്ട മരുന്നെല്ലാം കൊണ്ടുവന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അഴുകൽ അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ അഴുകലിന് വേറെ മരുന്ന് വന്നപ്പോൾ അഴുകൽ കറക്റ്റ് കുറയുകയും ചെയ്തു. അവിടെ കൊണ്ട് നിന്നു. പിന്നെ ഇപ്പോഴത്തെ കാര്യത്തിൽ മഴ ക്ഷമിച്ച് നിൽക്കുന്നു. എന്നിട്ട് നമുക്ക് അത്യാവശ്യം കാ കിട്ടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ. ഇത് കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ ഘട്ടം ഘട്ടമായിട്ട് അത് കയറി വരുന്നുമുണ്ട്. നമുക്ക് അരിക്കാതെ കൊണ്ടൊന്ന് വെക്കാവുന്ന സൈസ് ചെടിയുടെ ആണ്. ഓക്കെ. ചെടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇട്ടിട്ട് നമ്മൾ അഴിച്ചതിന് ശേഷം? നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ നരിഷ് പ്ലസ് അടിച്ചതിന് ശേഷമുള്ളത്. നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സാണ്. നമുക്ക് 600-ന് മുകളിൽ കസ്റ്റമേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് ഇതിന് വേണ്ടി തന്നെ. പക്ഷേ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആണ്. ഇതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എല്ലാവർക്കും റിസൾട്ട് കിട്ടുമെന്ന് അറിയുമ്പോൾ തന്നെ ചിമ്പടിക്കുന്നുണ്ടല്ലേ? ചെറുതായിട്ട് അതിന് നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് ചിമ്പടിച്ച് കയറി വരുവുള്ളേ. നമ്മൾ ആദ്യത്തെ ആദ്യം ഉണ്ടായതല്ലേ? ആ മഴയത്തുണ്ടായത് മുഴുവൻ ചീഞ്ഞു പോയി. മാത്രമല്ല, ഒരു പറമ്പ് എങ്ങനെ സൂക്ഷിക്കണം, വൃത്തിയാക്കി ഇടുക, അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു പറമ്പിലൂടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പറമ്പാണ്. ഇപ്പോൾ ഒരു കുറേ കാലമായിട്ട് അത്രയും ഒരു കൃഷിയിലും അങ്ങോട്ട് താല്പര്യവും കാണിച്ചില്ല. അതായത് ഒരേക്കർ 70 സെന്റ് കഷ്ടിച്ചേ ഉള്ളൂ സ്ഥലം. ഒരേക്കർ 70 സെന്റ്? ആകെ 70 സെന്റ് സ്ഥലമേ ഉള്ളൂ കഷ്ടിച്ച്. ഫ്ലവറിങ് നല്ല രീതിയിൽ ഫ്ലവറിങ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്നാലും കാ പിടിച്ചല്ലോ. ചിമ്പൊക്കെ അടിച്ച് നല്ലതായിട്ട് കയറി വരുന്നുണ്ട്. വരട്ടെ, നല്ലതായിട്ട് ചെയ്യുക. നമ്മളെ അമിതമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ചെയ്യുക. കണ്ടോ, ചരം നല്ല രീതിയിൽ ഗ്രോത്ത് ആകുന്നുണ്ട്. നല്ല വള്ളിക്കേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ, പോയതാ. കയറി വന്നോളൂന്നേ. എന്നാൽ നമുക്ക് നരിഷ് പ്ലസ് അപ്പോൾ ഒരു തമാശക്കളിയല്ലെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഞാനിത് ആദ്യമേ വാങ്ങിച്ച എല്ലാവർക്കും ഒരു സംശയത്തോടു കൂടിയാണ് ആദ്യമേ വാങ്ങിക്കുന്നത്. അതിനുശേഷം വാങ്ങിച്ച് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ നിൽക്കുമല്ലേ? അതെ, കുഴപ്പമില്ല. വന്നോളൂ. മനുഷ്യർക്ക് പേടിയാണോ അതൊക്കെ? കാണുന്നതെല്ലാം വാങ്ങിച്ചടിക്കുവേ. അടിക്കാന്ന് പറഞ്ഞാൽ ഓരോ കംപ്ലൈൻറ്റ് ഓരോന്നും മേടിച്ച് അടിക്കുന്ന കുറവ് വരാത്തതനുസരിച്ച് അടുത്തത് മേടിച്ചോണ്ടിരിക്കുക.